ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. നമ്മുടെ ഈ വർഷത്തെ തീം അഡ്വാൻസിംഗ് ന്യൂറോ ഡൈവേഴ്സിറ്റി ആൻഡ് ദി UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടിസ്റ്റിക് കുട്ടികളെ കുറിച്ചും അതേ ഫീച്ചേഴ്സ് ഉള്ള ബാക്കി കുട്ടികളെ കുറിച്ചാണ്. ആ ഫീച്ചേഴ്സ് വരുമ്പോൾ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെൻസറി പ്രോബ്ലംസ്. സെൻസറി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും അത് അവരുടെ ബ്രെയിനിൽ പ്രോസസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അത് കണ്ണിൽ കാണുന്ന കാഴ്ചകളാവാം, ചെവിയിൽ കേൾക്കുന്ന പല സൗണ്ടുകളാവാം, എന്തുമാവാം, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ തൊടുന്ന പലതുമാവാം. ഇതൊക്കെ അവരുടെ ബ്രെയിന് കറക്റ്റ് ആയിട്ട് എടുക്കാനും അത് പ്രോസസ് ചെയ്ത് തിരിച്ച് അവർക്ക് നൽകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് സെൻസറി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അത് കാരണം ആ കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സെൻസറി പ്രോബ്ലം കാരണം തന്നെ കുട്ടിയുടെ ഇമോഷണൽ ബാലൻസ് തെറ്റും. മേ ബി കുട്ടി ഹൈപ്പർ ആവാം, ഇല്ലെങ്കിൽ ഹൈപ്പോ ആവാം. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ തെറാപ്പീസ് നൽകിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരികയും ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അവർക്ക് അവരുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവും. ആ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണോ ബുദ്ധിമുട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ട് അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. 3, മോട്ടോർ സ്കിൽസ് ആണ്. മോട്ടോർ സ്കിൽസിൽ 2 രീതിയിൽ വരുന്നുണ്ട്. ബോഡി ആൻഡ് പോസ്ചറിന് ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് അതിന്റേതായ രീതിക്ക് ഗ്രോസ് മോട്ടോർ ആയിട്ടുള്ള ട്രെയിനിങ് ചെറുപ്പം മുതൽ നൽകുന്നുണ്ട്. അതല്ലാത്തവർക്ക് ഫൈൻ മോട്ടോർ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന്റേതായ രീതിക്കും നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു പോയിന്റിലാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതൽ ആ കുട്ടികൾക്ക് കളിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ബാക്കിയുള്ളവരുടെ കൂടെ പങ്കുചേരാനുള്ള ബുദ്ധിമുട്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ആയാലും അവരുടേതായ ആവശ്യങ്ങൾ വീട്ടുകാരിലേക്ക് എത്തിക്കാൻ, അവരുടേതായ ആവശ്യങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ, അവരെന്താണ് പറയുന്നത് എന്ന് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഒന്നെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടി സംസാരം ശരിയാക്കി എടുക്കുന്നവരുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ പല ഡിവൈസസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്നത് എളുപ്പമാക്കി എടുക്കുന്നവരുണ്ട്. സോഷ്യൽ ഇന്ററാക്ഷനിൽ പ്ലേ അല്ലാതെ കുട്ടികളുടെ കളിയല്ലാതെ അടുത്ത പോയിന്റാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ സമയം ചെലവഴിക്കാം എന്നുള്ളത്. അത് ബാക്കിയുള്ളവർക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് TV കണ്ടിട്ടൊക്കെ സമയം പോകും. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് പല രീതിക്കുള്ള ആക്ടിവിറ്റീസുകൾ, ലീഷർ ടൈം ആക്ടിവിറ്റീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതുവഴി അവരുടെ സമയം ചെലവഴിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നില്ലെങ്കിൽ, വെറുതെ ഇരിക്കുകയാണെങ്കിൽ പല രീതിക്കുള്ള സ്റ്റിമ്മിങ്ങുകൾ അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിക്കൽ ബിഹേവിയേഴ്സ്, റിപ്പീറ്റീവ് ബിഹേവിയേഴ്സ് അവർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഇമോഷണലി ഡിപ്രഷൻ, ആൻസൈറ്റി എന്നീ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ എവിടെ നിൽക്കുന്നുവോ, അവർ എവിടെ താമസിക്കുന്നുവോ അവിടെയുള്ളവർക്ക് അവരാൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കെയർ ഗീവേഴ്സിനും പാരന്റ്സിനും അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ രീതിക്കുള്ള ട്രെയിനിങ്ങുകളും അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങുകളും നൽകി അവരെ അവരുടെ കുട്ടിയോടൊപ്പമുള്ള ജീവിതം സന്തോഷകരമാക്കുവാനും അവരുടെ കുട്ടിക്ക് സാധാരണമായ ഒരു ജീവിതം നയിക്കുവാനും അവരെ പ്രാപ്തമാക്കാൻ കഴിയുന്നതാണ്.